നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായുള്ള ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം കാത്തിരിപ്പാണല്ലോ എല്ലാവരും. ഇന്നലെ പ്രഖ്യാപിക്കും, ഇന്ന് പ്രഖ്യാപിക്കും എന്നൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈനിക് ജാഗരൻ്റെ ഒരു ന്യൂസ്, ഇന്ന് നടക്കേണ്ടിയിരുന്ന സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന്, കാരണം അധികം വൈകില്ല. 27-ാം തീയതിയാണല്ലോ ആദ്യ മത്സരം. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്ന് കരുതാം. ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള തൻ്റെ വിഷൻസ്, അതിനൊരു ഔട്ട്ലൈന് അജിത് അഗാർക്കർക്കും BCCIയുടെ സെക്രട്ടറിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. ക്രിക്ബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിൽ. അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ പറയുന്നത്, ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകൻ എന്ന നിലയിലുള്ള തൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഔട്ട്ഡോർ അല്ല, ഇൻഡോർ ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഡിസ്കഷനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യൻ ടീമിൻ്റെ പുതിയ കോച്ചും സെലക്ഷൻ കമ്മിറ്റിയും തമ്മിൽ ഒരു ചർച്ച നടന്നു. അത് ഒരു പ്രൊഡക്റ്റീവ് മീറ്റിംഗ് ആയിരുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഈ മീറ്റിങ്ങിൽ BCCIയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതുപോലെ അജിത് അഗാർക്കർ, സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് അജിത് അഗാർക്കർ ഉണ്ടായിരുന്നു. അപ്പം ഗംഭീർ ഇതിൽ പങ്കെടുത്തത് ഓൺലൈനായിട്ടാണ്. തൻ്റെ വീട്ടിലിരുന്ന്, ഡൽഹിയിലെ തൻ്റെ വീട്ടിലിരുന്നാണ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊരു ഇൻട്രൊഡക്ടറി മീറ്റിംഗ് ആയിരുന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സും പുതിയ കോച്ചും തമ്മിൽ കുറേ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ടീമിൻ്റെ ഒരു ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കണം, വൈറ്റ് ബോൾ സീരീസ് ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ വരാൻ പോവുകയാണ്, അതിൽ ടീമിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ടീമിൽ ഉണ്ടാവുക, ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുമുണ്ട്. ഇപ്പം രോഹിത് ശർമ്മ ODI മത്സരങ്ങൾ ശ്രീലങ്കയ്ക്കെതിരെ കളിക്കുമോ, ഒരു ചോദ്യമുണ്ടല്ലോ. ഗൗതം ഗംഭീർ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാ താരങ്ങളും എല്ലാ ഫോർമാറ്റുകൾക്കും എപ്പോഴും അവൈലബിൾ ആകണം എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് ഇപ്പം ബൂംറയും കോഹ്ലിയും രോഹിത്തും ഒക്കെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ODI മത്സരങ്ങൾ കളിക്കുമോ എന്നൊരു ചോദ്യം ഇന്നലെ ഉയർന്നിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ക്രിക്ബസ് നൽകുന്നത്, രോഹിത് ശർമ്മ may make himself available for the 3 ODIs in ഓഗസ്റ്റിൽ നടക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെയുള്ള 3 ഏകദിന മത്സരങ്ങൾക്ക് രോഹിത് ശർമ്മ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അങ്ങനെ സ്വയം അതിന് അവൈലബിൾ ആവാൻ തയ്യാറായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ചാമ്പ്യൻസ് ട്രോഫി. അതിന് മുന്നോടിയായിട്ട് അധികം വൺ ഡേ മത്സരങ്ങളൊന്നും ഇന്ത്യക്ക് കളിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരങ്ങൾ കളിക്കുക എന്നുള്ളത് രോഹിത് പരിഗണിക്കുന്നു എന്നാണ് വാർത്ത. കറണ്ട്ലി അദ്ദേഹം US-ലാണുള്ളത്, ഹോളിഡേ സെലിബ്രേഷനിലാണ്. അപ്പം അദ്ദേഹം ടീമിനോടൊപ്പം ഒരു പക്ഷേ ജോയിൻ ചെയ്തേക്കും ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരങ്ങൾക്ക്. അങ്ങനെ വന്നാൽ പിന്നെ ക്യാപ്റ്റൻ ആര് എന്ന ചോദ്യം അവിടെ ഇല്ല. വൺ ഡേ മത്സരങ്ങൾ അപ്പോൾ രോഹിത് കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും നായകനായിട്ടുണ്ടാവുക. എന്നാൽ ജസ്പ്രീത് ബുംറയുടെയും വിരാട് കോഹ്ലിയുടെയും കാര്യത്തിൽ വ്യക്തതയില്ല. അവർ ശ്രീലങ്ക സീരീസിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത എന്നുകൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞു. അതേസമയം ശ്രേയസ് അയ്യർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടി കാണുന്നു. അദ്ദേഹം നമുക്കറിയാം, വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. സോ അദ്ദേഹം തിരികെ എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിത് കളിക്കുന്നില്ലെങ്കിൽ KL രാഹുൽ ODI ക്യാപ്റ്റൻ ആവും എന്നുകൂടി ഇപ്പോൾ ക്രിക്ബസ് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം T20 ആര് ക്യാപ്റ്റൻ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും വരുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയേക്കും എന്നുള്ളതായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഇടയ്ക്കിടെ പരിക്ക് വരുന്നതും ഫിറ്റ്നസ് ഇഷ്യൂസ് വരുന്നതുമൊക്കെ പരിഗണിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരങ്ങൾ ജൂലൈ 27 മുതൽ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 7 വരെ മത്സരങ്ങളുണ്ട്. 3 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.